കൂത്തുപറമ്പ് മണ്ഡലം രക്തസാക്ഷികളുടെയും ബലിദാനികളുടെയും മണ്ഡലം. കെ.പി. മോഹന് വലിയ വേരുകളുള്ള മണ്ഡലമാണ്. എന്നാൽ കെ.പി. മോഹനൻ ഇത്തവണ കൂത്തുപറമ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. പകരം മത്സരിക്കുന്നതാകട്ടെ PR കുറുപ്പിൻ്റെ പേരമകനും, അതായത് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള കെ.പി. മോഹൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുമായിട്ടുള്ള P.K. പ്രവീണാണ്. അദ്ദേഹം RJDയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. UDF വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി വന്ന ജയന്തി രാജന് കെ.പി. മോഹനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായിട്ടുള്ള കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് നേടിയ ആത്മവിശ്വാസം, ഇതിൻ്റെ ഒരു പിൻബലത്തിലാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയന്തി രാജൻ അവിടെ എത്തുന്നത്. നമുക്കറിയാം, ആലത്തൂരിൽ രമ്യ ഹരിദാസ് P.K. ബിജുവിനെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതുപോലെ ഒരു അട്ടിമറി കൂത്തുപറമ്പുണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ P.K. പ്രവീൺ ആ നാട്ടുകാരനാണ്, ആ മണ്ഡലത്തിലുള്ള ആളാണ്, പ്രശസ്ത സോഷ്യലിസ്റ്റ് മുൻ മന്ത്രിയായിട്ടുള്ള PR കുറുപ്പിൻ്റെ പൗത്രനാണ്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കാര്യം. എന്നാൽ നമ്മൾ പറയുന്നു 3 മണ്ഡലങ്ങൾ, മത്സരങ്ങൾ നടക്കുന്ന 3 മണ്ഡലത്തിൽ കൂത്തുപറമ്പുണ്ട്. അതുകൊണ്ട് അവിടെ ജയന്തി രാജന് സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ജയന്തി രാജൻ ജയിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത്. അവിടെ NDA കോട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചത് BJPയുടെ സദാനന്ദൻ മാസ്റ്ററാണ് മത്സരിച്ചത്. സദാനന്ദൻ മാസ്റ്റർ അവിടെ 20,000-ൽ കൂടുതൽ വോട്ടുകൾ പിടിച്ച മണ്ഡലമാണ്. ഇപ്പോൾ മത്സരിക്കുന്നത് അവിടുത്തെ പഴയകാല BJPയുടെ നേതാവായിട്ടുള്ള ഗോപാലൻ പറമ്പത്തിൻ്റെ മകനാണ്, അഡ്വക്കേറ്റ് ഷിജിലാലെ. അദ്ദേഹം അവിടെ അത്യാവശ്യം വോട്ട് പിടിക്കും. എന്തായാലും ഒരു UDF തരംഗം ഉണ്ടാവുകയാണെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കൂത്തുപറമ്പ്. അത് വലിയ കൗതുകമുള്ളതായിരിക്കും. കാരണം ലീഗിൻ്റെ ആദ്യ ഇതര മതത്തിലുള്ള വനിതാ MLA ആയിരിക്കും ജയന്തി രാജൻ. അതോ P.K. പ്രവീൺ RJDക്ക് വേണ്ടി ആ മണ്ഡലം നിലനിർത്തുമോ എന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം.